രുചിക്കൂട്ട് ബൈ രമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അയില ഫ്രൈ ചെയ്തത്. അതായത് ഗോവയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് മീൻ വറുത്ത് കിട്ടുന്നത്. റവയൊക്കെ ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് മസാലയൊക്കെ ചേർത്ത് വറുത്തെടുക്കും. ആ ഒരു രീതിയിൽ നമുക്കിന്ന് അയില വറുത്തെടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി മീനകത്ത് പുരട്ടാൻ വേണം. ഈ ഉപ്പുപൊടി ഈ മീനകത്ത് എല്ലാ സൈഡിലും നന്നായിട്ട് ഉപ്പ് ഇങ്ങനെ പുരണ്ടി വരണം. മീനകത്ത് നമ്മൾ ഉപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന മസാലക്കൂട്ടുകളാണിത്: മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ ജീരകപ്പൊടി, നാരങ്ങ നീര്. 3 മീനാണുള്ളത്. അതിനനുസരിച്ചുള്ള മസാലക്കൂട്ട് നമുക്ക് എടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, വെളുത്തുള്ളി ഇഞ്ചിയും 1 സ്പൂൺ പേസ്റ്റ്. ഈ മസാലക്കൂട്ടിനകത്ത് നമ്മൾ വെള്ളം ചേർക്കത്തില്ല. നമ്മൾ നാരങ്ങ നീര് 1 സ്പൂൺ, 1/2 സ്പൂൺ കൂടി ചേർക്കാം. നാരങ്ങ നീര് 1.5 തൊട്ട് 2 സ്പൂൺ വരെ ചേർക്കാം. ഇപ്പം ഞാൻ 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല നമ്മൾ മീനകത്തോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തെല്ലാം അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മീനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി എല്ലാ വശവും നമ്മൾ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മീൻ മുക്കിയെടുക്കാൻ ആവശ്യത്തിന് വേണ്ടുന്ന റവ നമ്മൾ എടുക്കണം. ഇത് ചെറിയൊരു കപ്പ് റവ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. 1 സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, സ്വല്പം മതി. 1/4 ടീസ്പൂൺ വേണ്ട, ഇത്രയും മതി. മഞ്ഞപ്പൊടിയും അതുപോലെ സ്വല്പം. നമ്മളെല്ലാ മസാലക്കകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടിക്കകത്ത് ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് റവയ്ക്കകത്ത് മുക്കി വെക്കാം. എല്ലാ വശവും നന്നായിട്ട് മുക്കണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് അയില നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടാക്കാം. അപ്പം നമ്മുടെ ഗോവൻ സ്റ്റൈൽ അയില നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.